വെൽക്കംസ് ടു Aamis മാം. 7th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ഒന്ന് പോയി കണ്ടാൽ മതി. അതിലെല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ താഴെ വീഡിയോൻ്റെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു സെപ്പറേറ്റ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇതിൽ നമ്മൾ ഹാഫ് വരെയുള്ള പോർഷൻസാണ് എടുക്കുന്നത് പാർട്ട് 1 ആയിട്ട്. ഇനി പാർട്ട് 2ൽ കംപ്ലീറ്റ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. പാർട്ട് 1ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനും പിന്നെ ലെറ്റേഴ്സ് ആസസിൽ ഇതിൻ്റെയോടനുബന്ധിച്ച് വരുന്ന ക്വസ്റ്റ്യൻസും പിന്നെ കുഞ്ഞു വേറെ ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ഫ്രം ട്രേഡ് ടു പവർ, കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈവൻ ദ ബ്ലാക്ക് ഗോൾഡ് ഹാസ് എ സ്റ്റോറി ടു ടെൽ. ബ്ലാക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ പെപ്പറിനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെപ്പറിൻ്റെ സ്റ്റോറിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കുരുമുളകിൻ്റെ സ്റ്റോറിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. കുരുമുളക് നമുക്കല്ല നമുക്കും യൂറോപ്പുകാർക്കും ഫോറിനേഴ്സിനും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറിയത്? അവർക്ക് അവിടെ വിൻ്റർ സീസൺ, ശൈത്യകാലം വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തിന് ഒരുപാട് ക്ഷാമമാണ്. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ മീറ്റ്, ഈ അനിമൽസിനൊക്കെ കൊന്നിട്ട് അതിൻ്റെ മീറ്റ് അവർ സൂക്ഷിച്ചു വയ്ക്കും. ഇന്നത്തെ കാലത്തെ പോലെ പണ്ടത്തെ കാലത്ത് റെഫ്രിജറേറ്റർ എന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജൊന്നും ഉണ്ടായിരുന്നില്ല, കറണ്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ ഒരുപാട് കാലം അത് പ്രിസേർവ് ചെയ്യുക എന്ന് ഇവിടെ ഒരു വാക്ക് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ സംരക്ഷിച്ചിരുന്നത് കുരുമുളകെല്ലാം തേച്ച് വെച്ചിട്ടാണ്. അത് അവർക്ക് കുറേ മാസങ്ങളോളം അല്ലെങ്കിൽ കൊല്ലങ്ങളോളം അവർക്ക് അവിടെ വെക്കാൻ പറ്റും. അതിനുശേഷം അവർക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് നമ്മുടെ അവിടുത്തെ കുരുമുളക്, ഏലം, അതുപോലെ കറുവാപ്പട്ട, ഇഞ്ചി ഇതെല്ലാം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി. ഇനി അത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെയാണ് 2 പോയിൻറ്റ്സ് അവിടെ തന്നിരിക്കുന്നത്. ദ സ്പൈസസ് ഓഫ് അവർ ലാൻഡ് വേർ എസെൻഷ്യൽ ടു ദ ഫോറിനേഴ്സ്. അവർക്ക് എന്താ നമ്മുടെ അടുത്ത സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ എസെൻഷ്യലാണ്, അത്യാവശ്യമാണ്. ദ ട്രേഡേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് യൂസ് ടു വിസിറ്റ് ഹിയർ ടു കളക്ട് ദ സ്പൈസസ്. അതുകൊണ്ട് തന്നെ ഈ ലോകമെമ്പാടുമുള്ള കച്ചവടക്കാർ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് ഇതുപോലെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ, സ്പൈസസ് അവർ കളക്ട് ചെയ്ത് കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മുടെ ഫോറിനേഴ്സ് നമ്മുടെ ഇന്ത്യയിൽ എത്തിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് നോക്കാം. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ പ്രീവിയസ് ചാപ്റ്റർ അബൌട്ട് ദ കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദ ടർക്ക് ഇൻ 1453. This came in the way of the trade between Asia and Europe. The situation necessitated the European traders to find out a sea route to India. With the discovery of sea route to India, the Portuguese, the Dutch, the English and the French reached India for the purpose of trade. അപ്പോൾ ഇതിൽ എന്താ പറയുന്നത്? കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ടർക്സ് എന്ത് ചെയ്തു? കോൺസ്റ്റാന്റിനോപ്പിളിനെ പിടിച്ചടക്കി. ഏത് വർഷമായിരുന്നു? 1453. ഇങ്ങനെ പിടിച്ചടക്കിയപ്പോൾ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകാനുള്ള ഒരു കവാടമായിരുന്നു അത്. അവിടെ അവർ പിടിച്ചടക്കിയപ്പോൾ ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് ട്രേഡ് നടത്താൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും ട്രേഡ് നടത്താൻ പറ്റുന്നില്ല, അവരുടെ കച്ചവടം നടത്താൻ പറ്റുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ യൂറോപ്യൻസ് ആണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഏഷ്യയിലേക്ക് വരാതിരിക്കാനും പറ്റില്ല. കാരണം ഏറ്റവും നല്ല സുഗന്ധദ്രവ്യങ്ങളുള്ളത് നമ്മുടെ അവിടെയല്ലേ. അപ്പോൾ അവരെന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും അവർ കൂടെ എത്തണം. അതുകൊണ്ട് അവർ സീ റൂട്ട് കണ്ടുപിടിച്ചു. എന്നിട്ട് അവർ സീ റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? കടൽ മാർഗം. അതുകൊണ്ടാണ് കടൽ മാർഗം സ്വീകരിച്ചത്. ആ കടൽ മാർഗത്തിൽ ആദ്യം നമ്മുടെ അവിടെ എത്തിയത് ആരാ? പോർച്ചുഗീസാണ്. പിന്നെ എത്തിയത് ഡച്ച്, പിന്നെ എത്തിയത് ഇംഗ്ലീഷുകാർ, ആൻഡ് ലാസ്റ്റ് എത്തിയതാണ് ഫ്രഞ്ചുകാർ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെ മനസ്സിലായി? ഫോറിനേഴ്സ് നമ്മുടെ നാട്ടിലെത്തിയത് സ്പൈസസിനെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ഉള്ളതുകൊണ്ടാണ്. ഇനി എന്തുകൊണ്ടാണ് അവർ കടൽ മാർഗം തിരഞ്ഞെടുത്തത്? ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ 1453 ഏഷ്യയിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും കച്ചവടത്തിന് വരാനുള്ള മാർഗമില്ലാതായി. അങ്ങനെ അവരെന്ത് ചെയ്തു? കടൽ മാർഗം സീ റൂട്ട് കണ്ടുപിടിച്ചു. അപ്പോൾ ആദ്യം എന്താരാ? പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അപ്പോൾ നിങ്ങൾ ഇതിനുള്ളത് എക്സാമ്പിൾസ് പെട്ടെന്ന് പഠിക്കാനായിട്ട് എങ്ങനെയാണ് പഠിക്കാമെന്നറിയോ? PDEF ഇത് വെറുതെ പഠിച്ചേക്കുക. P for Portuguese, D for Dutch, E for English, F for French. അത് ജസ്റ്റ് ആ ഒരു പോർഷൻ്റെ ഭാഗത്ത് നിങ്ങളൊന്ന് എഴുതി വയ്ക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വേഗം കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഫ്രം പോർച്ചുഗൽ ടു കാലിക്കറ്റ്. പോർച്ചുഗലിൽ നിന്ന് എങ്ങോട്ടാ? കാലിക്കറ്റിലേക്ക്, കോഴിക്കോട്. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ് ഇൻ ദ മന്ത് ഓഫ് മെയ് 1498. 3 huge ships anchored to Kapad near Calicut. The language and dress code of the mariners in the ship were quite different from the native people. They were a group of sailors from Portugal under the leadership of Vasco da Gama.
അപ്പം നമ്മുടെ അവിടെ വാസ്കോഡ ഗാമ വന്നത് കാല് കുത്തിയ കാര്യമാണ് പറയുന്നത്. എവിടെയാണ് ആൾ വന്നത്? കാപ്പാടാണ്. കാലിക്കറ്റിൻ്റെ അടുത്തുള്ള കാപ്പാട്, കോഴിക്കോടിൻ്റെ അടുത്തുള്ള കാപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഏത് ഇയറിലാണ്? 1498. ആൾ മാത്രമാണോ വന്ന്? അല്ല, ഒരു 3 ഹ്യൂജ് വലിയ കപ്പൽ കൂടിയിട്ടാണ് വന്ന്. ഇനി നോക്കാം. ദ സമോറിയൻ എന്ന് വെച്ചാൽ സാമൂദ്രികളെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ സമോറിയൻ ദെൻ റൂളർ ഓഫ് കാലിക്കറ്റ്, കോഴിക്കോടിൻ്റെ റൂളറായിരുന്ന സമയത്ത് സാമൂദ്രി ഡിഡ് നോട്ട് പ്രൊവൈഡ് ട്രേഡിംഗ് ഫെസിലിറ്റി ടു വാസ്കോ ഡ ഗാമ. സോ ഹി ലെഫ്റ്റ് ഫോർ കണ്ണൂർ, ഗ്യാതേർഡ് നെസസറി ഗുഡ്സ് ആൻഡ് ദെൻ റിട്ടേൺ ടു പോർച്ചുഗൽ. അപ്പോൾ എന്ത് തന്നു? വാസ്കോ ഡ ഗാമ പോർച്ചുഗൽസിൽ നിന്ന് വന്നു. ആദ്യം കാലുകുത്തിയത് വാസ്കോ ഡ ഗാമയാണ്. ആൾ വന്നപ്പോൾ കോഴിക്കോട് സാമൂദ്രി എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വേണ്ട ഫെസിലിറ്റീസ്, എന്താ പറയുക, ട്രേഡിങ്ങിന്, കച്ചവടത്തിന് വേണ്ട സൗകര്യങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തില്ല. അപ്പോൾ ആൾ എന്ത് ചെയ്തു? നേരെ കണ്ണൂരിലേക്ക് വെച്ചു. കണ്ണൂരിൽ നിന്ന് ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ട് ആൾ എന്ത് ചെയ്തു? പോർച്ചുഗീസിലേക്ക് തിരിച്ചു. അൽമൈഡ ആൻഡ് അൽബുക്കറ, 2 sailors ഫ്രം പോർച്ചുഗൽ റീച്ച്ഡ് ഹിയർ ഫോർ ട്രേഡ് ഫോളോയിങ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമയെ തുടർന്ന് ആരൊക്കെ വന്നു? അൽമൈദ, അതുപോലെ അൽബുക്കറ വന്നു. ഗോവ ആൻഡ് ദമാൻ ആൻഡ് ഡിയു വർ ദ മേജർ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ്. പോർച്ചുഗീസിൻ്റെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ ഏതായിരുന്നു? ഗോവ, ഡാമൻ ആൻഡ് ഡിയോ. ഈ 3 എണ്ണമായിരുന്നു അവരുടെ പ്രധാന കച്ചവട കേന്ദ്രങ്ങൾ. അതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ ലാസ്റ്റായിട്ട് മാപ്പ് അവർ തരുന്നുണ്ട്, ഈ കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, ആരുടെയൊക്കെയാണെന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചോളൂ. കൺസ്ട്രക്റ്റഡ് സെൻറ്റ് ആഞ്ചലോ ഫോർട്ട് അറ്റ് കണ്ണൂർ ആൻഡ് കോട്ടപ്പുറം ഫോർട്ട് ഇൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട്. അപ്പോൾ അവർ തൃശ്ശൂരുള്ള കോട്ടപ്പുറം ഫോർട്ടും അതുപോലെ തന്നെ കണ്ണൂരുള്ള സെൻറ്റ് ആഞ്ചലോ ഫോർട്ടും കൺസ്ട്രക്ട് ചെയ്ത് നമ്മുടെ പോർച്ചുഗീസാണ്. ദ പോർച്ചുഗീസ് വെർ ആൽസോ നോൺ ആസ് പറങ്കീസ്. പോർച്ചുഗീസിനെ പറയുന്ന മറ്റൊരു പേരാണ് പറങ്കീസ്. ഇനി അഗ്രികൾച്ചർ ക്രോപ്പ് ലൈക്ക് പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര ദാറ്റ് ആർ ഫൗണ്ട് ഇൻ കേരള നൗ വെർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ്. പോർച്ചുഗീസ് കൊണ്ടുവന്ന ക്രോപ്സ് ആണ് ഈ തന്നിരിക്കുന്നത്. പൈനാപ്പിൾ, ഗുവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ. ടൊബാക്കോ എന്താണെന്നറിയില്ലേ? ഇല്ല. പിന്നെന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് അവർ നമുക്ക് തന്നെ? ചവിട്ട് നാടകം എന്ന് പറഞ്ഞ ഒരു ആർട്ട്, അതുപോലെ പ്രിൻറ്റിംഗ് മെഷീൻസ്. അതാണ് അടുത്ത ലൈൻസിൽ പറയുന്നത് കേട്ടോ. ദ വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ആർട്ട് ഫോം ചവിട്ട് നാടകം വർ സം ഓഫ് ദ ഇമ്പാക്റ്റ് ഓഫ് ഇൻഡോ പോർച്ചുഗീസ് റിലേഷൻഷിപ്പ്. പോർച്ചുഗീസ് ഇന്ത്യയിലേക്ക് വന്നപ്പോൾ എന്തൊക്കെ നമുക്ക് തന്നു നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് മനസ്സിലായി. ആരാണ് ഫസ്റ്റ് കാല് കുത്തിയെന്ന് മനസ്സിലായി? വാസ്കോ ഡ ഗാമ. ഏത് ഇയറിലായിരുന്നു നമുക്ക് മനസ്സിലായി. എവിടുന്ന്? കോഴിക്കോട് വന്ന ആളെ കണ്ണൂരിലേക്കാണ് ആൾ പോയത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനോട് തുടർന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ ലാസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് നോക്കിക്കോളോ. ഇനി നമുക്കിതാ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഇതിലെന്താ പറയുന്നത്? വാസ്കോ ഡ ഗാമ ഗോട്ട് എ പ്രോഫിറ്റ് വിച്ച് വാസ് 60 times greater than the cost of their voyage by selling the goods they took back with them. വോയേജ് എന്ന് പറഞ്ഞാൽ യാത്ര എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ അവർക്ക് ആ പോർച്ചുഗീസിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനുള്ള യാത്രയ്ക്ക് അത്യാവശ്യം എമൗണ്ട് പോയിണ്ടാവില്ലേ, അതിൻ്റെ 60 ഇരട്ടിയാണ് അവർക്ക് ഇവിടെ നിന്നുള്ള ഈ ധാന്യങ്ങൾ, ഈ ഒരു സുഗന്ധദ്രവ്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോയാൽ അവർക്ക് അവിടെ വിറ്റാൽ കിട്ടുന്നത്. അടുത്തത്, ദ പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. ലെറ്റ് us എക്സാമിൻ ദ റീസൺ ഫോർ ഇറ്റ്. അപ്പോൾ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങൾ ഈ പോർച്ചുഗീസിനെ നമ്മുടെ ഇന്ത്യയിൽ സ്ഥാപിക്കാൻ പറ്റില്ല. അതിൻ്റെ റീസൺസ്, കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് നോക്കാം. ദേ ഡിഡ് നോട്ട് ഹാവ് ഇനഫ് ഇക്കണോമിക് ആൻഡ് മിലിറ്ററി റിസോഴ്സ് ടു കമ്പീറ്റ് വിത്ത് അതർ യൂറോപ്യൻ പവേഴ്സ്. അപ്പോൾ വേറെ യൂറോപ്യൻ പവേഴ്സ് അധികാരികളോട് ഏറ്റുമുട്ടാനായിട്ടുള്ള എക്കണോമിക്, സാമ്പത്തികമോ മിലിറ്ററി, സൈനികമോ ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അടുത്ത പോയിൻറ്റോ, ദേ ഫേസ്ഡ് റെസിസ്റ്റൻസ് ഫ്രം നാറ്റീവ് ഫോഴ്സസ്. അവിടെ തന്നെയുള്ള നാറ്റീവ് ഫോഴ്സ്, അവിടുത്തെ ആൾക്കാരുടെ തന്നെ ഫോഴ്സസിനെതിരെ റെസിസ്റ്റ് ചെയ്യാൻ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അടുത്തത്, കുഞ്ഞാലി മരക്കാർ, ദ അഡ്മിറൽസ് ഓഫ് സമോറിയൻസ് നാവൽ ഫോഴ്സ് ലെഡ് ദ റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് ദ പോർച്ചുഗീസ് ഇൻ ദ മലബാർ റീജിയൻ. അക്കാലത്ത് മലബാർ റീജിയനിൽ സാമൂതിരികളായിരുന്നു. അദ്ദേഹത്തിൻ്റെ നാവിക തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ. അപ്പോൾ അവർക്കെതിരെ അല്ലെങ്കിൽ അവരെ ഏറ്റുമുട്ടാൻ പോർച്ചുഗീസിന് പറ്റിയില്ല. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ പോർച്ചുഗീസ് ഓൺ ഡിഫറെൻറ്റ് വർക്ക്സ് ഓഫ് ഇന്ത്യൻ സോഷ്യൽ ലൈഫ് ആൻഡ് പ്രിപ്പയർ എ ബ്രീഫ് നോട്ട് ഓൺ ഇറ്റ്. പോർച്ചുഗീസിനെ നമ്മുടെ ഇന്ത്യയിലെ സോഷ്യൽ ലൈഫ്, സൊസൈറ്റിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ നടത്തിയത്, ഇങ്ങനെയൊക്കെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റി. അതിൻ്റെ ആൻസർ നമ്മൾ ലാസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, നോക്കിക്കോളോ. ഇനി നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാം. ദ ഡച്ച്. അപ്പോൾ നമ്മൾ ആദ്യം വന്ന് പോർച്ചുഗീസ് ആയിരുന്നു, പിന്നെ വന്നത് ഡച്ച് ആയിരുന്നു. പോർച്ചുഗീസിനെ കുറിച്ച് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത് ഡച്ചിനെ കുറിച്ച് നോക്കാം. The Dutch were another European force who reached India following the Portuguese. Kochi and Kollam were the chief trade centers of the Dutch. അപ്പോൾ ഡച്ചിൻ്റെ കേന്ദ്രങ്ങൾ, കച്ചവട കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? കൊച്ചിയും കൊല്ലമായിരുന്നു. പോർച്ചുഗീസിൻ്റെ ഏതായിരുന്നു?
കോഴിക്കോട് വന്നു, പക്ഷെ എങ്ങോട്ട് പോയി? കണ്ണൂർക്ക് പോയി. ഇനി it was Van Reed, a Dutch governor, who initiated the compilation of Hortus malabaricus, a book on the medicinal plants of Kerala. He completed the book with the help of ഇട്ടി അച്യുതൻ വൈദ്യർ. അപ്പോൾ പോർച്ചുഗീസ് എന്ത് ചെയ്തു? ആ സമയത്ത് അവർ ഇറക്കിയൊരു ബുക്കായിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആയിരുന്നു ഹോർട്ടി മലബാറിക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിലെന്തൊക്കെയായിരുന്നു? നമ്മുടെ ഇന്ത്യയിലുള്ള മെഡിക്കൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള, ആയുർവേദമായിട്ടല്ല ഔഷധപരമായിട്ടുള്ള എല്ലാ ചെടികളെയും കുറിച്ചിട്ടുള്ള ഒരു ബുക്കായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആരാ ഹെൽപ്പ് ചെയ്ത്? ഇട്ടി അച്യുതൻ വൈദ്യരായിരുന്നു ഹെൽപ്പ് ചെയ്തത്. ഇനി ദ ഡച്ച് ഫോർട്ട് വിത്ത് മാർത്താണ്ഡവർമ്മ, ദ കിങ് ഓഫ് ട്രാവൻകൂർ, ഫോളോയിങ് ദ ഡിസ്പ്യൂട്ട് ഓവർ ട്രേഡ്. ദ ഡച്ച് were defeated in the battle of കൊലാച്ചേൽ in 1741. They lost their ground in India. With this war, the Dutch were also called ലാന്തൻസ്. അപ്പോൾ ഡച്ചിനെ പറയുന്ന മറ്റൊരു പേരായിരുന്നു ലാന്തൻസ് എന്ന് പറഞ്ഞിട്ട്. മാർത്താണ്ഡവർമ്മയായിട്ടുള്ള യുദ്ധത്തെ തുടർന്ന് ഡച്ചുകാർ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. ആ ഒരു യുദ്ധത്തിനെ പറഞ്ഞ പേരാണ് കൊളാച്ചൽ. അതെപ്പോഴുണ്ടായി? 1741. ഇനി ഇവരെ പറഞ്ഞ മറ്റൊരു പേര് ലാന്തൻസ്. പോർച്ചുഗീസിൻ്റെ വേറൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറങ്കീസ് എന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇനി യു ഗോട്ട് ആൻ ഐഡിയ അബൌട്ട് ഹോർട്ടസ് മലബാറിക്കസ്, ഡിഡ്ന്റ് യു? കളക്ട് ദ ഫോക്ക് വിസ്ഡം ഓഫ് ദ മെഡിക്കൽ പ്ലാന്റ്സ് ഇൻ യുവർ ലൊക്കാലിറ്റി ആൻഡ് പ്രിപ്പയർ എ മാഗസിൻ ഓൺ ഇറ്റ്. ഇതൊന്നുമില്ല, നമുക്ക് ഹോർട്ടസ് മലബാറിക്കസിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞ ആ ഒരു ബുക്കിൽ അത് ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു? ഡച്ചിൻ്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ആ ബുക്കിലുണ്ടായിരുന്നത് മെഡിക്കൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ്, ഔഷധപരമായിട്ടുള്ള ചെടികളെക്കുറിച്ച്, സസ്യങ്ങളെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കുറച്ച് സസ്യങ്ങളെക്കുറിച്ച് ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യാനൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. ദ അഡ്വെൻറ്റ് ഓഫ് ദ ഇംഗ്ലീഷ്. The English East India Company was formed in England in 1600 for trade with the countries like India and China. ഇന്ത്യയും ചൈനയായിട്ട് കച്ചവടം നടത്താനായിട്ട് വന്ന ഒരു കമ്പനിയായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഏത് വർഷമായിരുന്നു? 1600. സൂറത്ത് ഇൻ ഗുജറാത്ത് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യമായിട്ട് കച്ചവട കേന്ദ്രം വന്നത് എവിടെയായിരുന്നു? ഗുജറാത്തിലെ സൂറത്തിലായിരുന്നു. ദേ ആൾസോ എസ്റ്റാബ്ലിഷ് ട്രേഡിംഗ് സെൻറ്റേഴ്സ് അറ്റ് ബോംബെ, ഇന്നത്തെ മുംബൈ, കൽക്കട്ട, കൊൽക്കട്ട ആൻഡ് മദ്രാസ്, ചെന്നൈ. അപ്പം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഗുജറാത്തിലെ സൂറത്ത് കൂടാതെ വേറെ ഏതൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു? ബോംബെ ഉണ്ടായിരുന്നു, കൽക്കട്ട ഉണ്ടായിരുന്നു, മദ്രാസ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയെ കുറിച്ചിട്ട് ഇത്രയാണല്ലോ. ഇനി അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ പോർച്ചുഗീസ് വന്നു, ഡച്ച് വന്നു, ഇംഗ്ലീഷ് വന്നു. ലാസ്റ്റ് വന്ന ആളാരാണ്? ഫ്രഞ്ചാണ് കേട്ടോ. ഫ്രഞ്ച് ട്രേഡ് റിലേഷൻഷിപ്പ്. ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1664 ആൻഡ് ദ ഫ്രഞ്ച് റീച്ച്ഡ് ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് ട്രേഡ്. ഫ്രഞ്ചുകാരും എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? കച്ചവടത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് വന്നത്. ലാസ്റ്റായിട്ട് വന്ന ആളാണ്. അവർ വന്ന ഇയർ 1664, 1664. അവർ ഫസ്റ്റ് വന്നത് എവിടെയാണ്? പോണ്ടിച്ചേരി, പുതുച്ചേരി, മാഹി ആൻഡ് കരക്കൽ വർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ ഫ്രഞ്ച്. ഫ്രഞ്ചുകാർ കച്ചവട കേന്ദ്രം കൊണ്ടുവന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പോണ്ടിച്ചേരി, മാഹി, കരക്കൽ. ഇനി പോണ്ടിച്ചേരി ആയിരുന്നു അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം നമ്മൾ ഓരോ ആൾക്കാരും വന്ന സ്ഥലങ്ങളും അവരുടെ കേന്ദ്രങ്ങൾ എവിടെയായിരുന്നു എന്നും കണ്ടു. ഇനി ഒരു മാപ്പ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഈ മാപ്പ് വെറും മാപ്പല്ല, ഇതിലിതാ ഒരുപാട് സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. ഈ സ്ഥലങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. ഇതൊക്കെ ഓരോ ട്രേഡ് സെൻറ്റേഴ്സും ഓരോ ആൾക്കാർ, പോർച്ചുഗീസ്, ഡച്ച്, അതുപോലെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ഇവരെല്ലാവരും വന്ന് കച്ചവട കേന്ദ്രങ്ങൾ വെച്ച സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ നമ്മൾ അവരുടെ പേരുകൾ എഴുതി നമ്മളിതിനെ പാർട്ടീഷൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസറും ഞാൻ ലാസ്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ നോക്കിക്കോളോ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ബേസ്ഡ് ഓൺ ദ മാപ്പ് ഗിവൻ ബിലോ. ഈ മാപ്പ് വെച്ചിട്ട് ഏതൊക്കെ ഡിഫറെൻറ്റ് യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ്, കച്ചവട കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു, എവിടെയായിരുന്നു, ആരുടെ വകയായിരുന്നു എന്നൊക്കെ നമ്മൾ എഴുതണം. അത് ലാസ്റ്റ് കൊടുത്തിട്ട് എഴുതിക്കോളോ. ക്യാൻ യു ഐഡൻറ്റിഫൈ എനി കോമൺ ഫീച്ചർ ഓഫ് ദീസ് ട്രേഡ് സെൻറ്റർ? ഇതിന് എന്തെങ്കിലും കോമൺ ഫീച്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു നോക്കുക. ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് എവിടെയാണെന്ന് നോക്കുക. ഓക്കെ, നമുക്കവിടെ കണ്ടാൽ തന്നെ അറിയാം അറേബ്യൻ സീയുടെ അവിടെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ അവിടെ പ്രത്യേകതകൾ നിങ്ങൾക്കൊന്ന് ഊഹിച്ചൂടെ? ഇതിൻ്റെ ആൻസറും ഞാൻ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളിത് മനസ്സിലാക്കുക. അവസാനം നമുക്ക് ആൻസേഴ്സ് നോക്കാം കേട്ടോ. ഇനി ഇൻ വിച്ച് സ്റ്റേറ്റ് ഡു ദീസ് സെൻറ്റേഴ്സ് പ്രസൻ്റ്ലി സിറ്റുവേറ്റഡ്? ഇത് ഇപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. ഇനി അടുത്തേക്ക് പോവാം. ദ കോമ്പറ്റീഷൻ ഫോർ ദ മോണോപ്പൊളി ഓഫ് ട്രേഡ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുക്കുന്ന ലാസ്റ്റ് പോർഷൻ കേട്ടോ. ഈ പാർട്ടിൽ നോക്കാം. ദ യൂറോപ്യൻ കൺട്രീസ് കോമ്പറ്റീറ്റഡ് ഫോർ മോണോപ്പൊളൈസിങ് ട്രേഡ് വിത്ത് ഇന്ത്യ.
The Portuguese and the Dutch were defeated at the very beginning of this competition. അപ്പോൾ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു? കച്ചവടത്തിൻ്റെ അധികാരം, ശ്രദ്ധിക്കണം, കച്ചവടത്തിൻ്റെ അധികാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ കോമ്പറ്റീഷൻസ് ഉണ്ടായി നമ്മുടെ ഇന്ത്യയായിട്ട്. അപ്പോൾ ആദ്യം തന്നെ പോർച്ചുഗീസും ഡച്ചും എന്ത് ചെയ്തു? ഡിഫീറ്റഡ്, പരാജയപ്പെട്ടു. വെരി ബിഗിനിങ്, ആദ്യം തന്നെ. The French and the English became locked in intense rivalry and the conflict between these forces lasted long. അപ്പോൾ ഫ്രഞ്ചും ഇംഗ്ലീഷും കുറച്ച് നാൾ നീണ്ടു നിന്നു. ദി സീരീസ് ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഇൻ സൗത്ത് ഇന്ത്യ വാസ് നോൺ ആസ് കർണാട്ടിക് വാർ. ഇനി ഫ്രഞ്ചും ഇംഗ്ലീഷും തമ്മിലുണ്ടായിരുന്ന ആ വാറിനെ പറഞ്ഞിരുന്ന പേരാണ് കർണാട്ടിക് വാർ എന്ന്. അൾട്ടിമേറ്റ്ലി ദ ഫ്രഞ്ച് വർ ഡിഫീറ്റഡ്. അവസാനം എന്തായി? ഫ്രഞ്ചും പരാജയപ്പെട്ടു. അപ്പോൾ ആരായി പിന്നെ സ്ഥാനം? ഇംഗ്ലീഷുകാർക്കായി സ്ഥാനം. ലെറ്റസ്റ്റ് ആസസിലെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ആദ്യം നോക്കാം. അത് നമ്മൾ ഇന്നെടുത്ത പാർട്ടിൽ നിന്നാണ് വരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്നെടുത്ത ബാക്കി പോർഷൻസ് നിന്ന് ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് കവർ ചെയ്ത് പോകാം കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The Turk conquest of Constantinople necessitated the Europeans to discover a sea route to India. Why? ടർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ യൂറോപ്യൻസ് ഒരു ജലമാർഗം, സീ റൂട്ട് കണ്ടുപിടിച്ചു. എന്തിനായിരുന്നു? When the Turk conquered Constantinople, the trade between India and Europe came to end. ടർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള അല്ലെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള ട്രേഡ്, കച്ചവടം നിർത്തി. സോ ദ യൂറോപ്യൻസ് ട്രൈഡ് ടു ഫൈൻഡ് എ സീ റൂട്ട് ടു ഇന്ത്യ ഫോർ ട്രേഡിംഗ്. അതുകൊണ്ട് യൂറോപ്യൻസ് എന്ത് ചെയ്തു? ഇന്ത്യയിലേക്ക് ഒരു ജലമാർഗം അവർ കണ്ടുപിടിച്ചു. എന്തിനായിട്ട്? കച്ചവടത്തിനായിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദ പോർച്ചുഗീസ് കുഡ് നോട്ട് എസ്റ്റാബ്ലിഷ് മെനി ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഐഡൻറ്റിഫൈ ദ റീസൺ. പോർച്ചുഗീസിന് ഇന്ത്യയിൽ ഒരുപാട് കച്ചവട കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ പറ്റിയില്ല. എസ്റ്റാബ്ലിഷ് എന്ന് പറഞ്ഞാൽ സ്ഥാപിക്കുക. അതിൻ്റെ കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. They did not have enough economic and military resources to compete with other European powers. വേറെ യൂറോപ്യൻ അധികാരികളോട് അവർക്ക് മത്സരിച്ച് നിൽക്കാനുള്ള സാമ്പത്തികമോ അത് സൈനികമോ ഉണ്ടായിരുന്നില്ല. They faced resistance from native forces. അതുമാത്രമല്ല അവിടുത്തെ തദ്ദേശികളായ ആൾക്കാരിൽ നിന്ന് അവരെ ചെറുത്ത് നിൽക്കാനും ഇവർക്ക് സാധിച്ചില്ല. അവരെതിരെ നിൽക്കാനും ഇവർക്ക് പറ്റിയില്ല. അതിനുള്ള പവർ ഉണ്ടായിരുന്നില്ല. The contact with the Portuguese created lasting impact on our social, cultural and economic life. Evaluate the statement. പോർച്ചുഗീസ് ആയിട്ടുള്ള നമ്മുടെ ഈ ബന്ധം നമ്മുടെ സാംസ്കാരികം അതുപോലെ നമ്മുടെ സാമ്പത്തികത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറയുന്നത്. എത്രത്തോളം ശരിയാണെന്ന് നോക്കാം. അഗ്രികൾച്ചർ ക്രോപ്പ് ലൈക്ക് പൈനാപ്പിൾ, ഗൂവ, പപ്പായ, റെഡ് ചില്ലി, കാഷ്യൂ, ടൊബാക്കോ എക്സെട്ര വെർ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ പോർച്ചുഗീസ് ടു കേരള. പോർച്ചുഗീസ് കൊണ്ടുവന്നതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ എല്ലാ ക്രോപ്സും. വൈഡ് സ്പ്രെഡ് യൂസ് ഓഫ് പ്രിൻറ്റിംഗ് മെഷീൻ, അത് മാത്രമല്ല പ്രിൻറ്റിംഗ് മെഷീൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ആർട്ട് ഫോം ലൈക്ക് ചവിട്ട് നാടകം. പിന്നെ അവർ കൊണ്ടുവന്നത് എന്താ? ചവിട്ട് നാടകം. അപ്പോൾ ഇതെല്ലാം നമ്മൾക്ക് അവരുമായിട്ടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ പോർച്ചുഗീസും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ മാറ്റങ്ങളാണ്. ഇനി നമ്മൾ വായിച്ച ആ ഒരു പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സാണ്. നോക്കാം. വാട്ട് ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്? എന്തിനാണ് കറുത്ത സ്വർണം എന്ന് പറഞ്ഞിരുന്നത്? പെപ്പറിനെയാണ്. വിച്ച് ആർ ദ യൂറോപ്യൻ കൺട്രി റീച്ച്ഡ് ഇന്ത്യ ഫോർ ട്രേഡ്? കച്ചവടത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ കൺട്രീസ് ഏതൊക്കെയാണ്? ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്. ദ പോർച്ചുഗീസ്, ദ ഡച്ച്, ദ ഇംഗ്ലീഷ്, ദ ഫ്രഞ്ച്. ഹൂ വേർ നോൺ ആസ് പറങ്കീസ്? ദി പോർച്ചുഗീസ്. അതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇനി വിച്ച് യൂറോപ്യൻ റീച്ച്ഡ് ഇന്ത്യ ഫസ്റ്റ് ഫോർ ട്രേഡ്, വെൻ, വേർ? ഏത് യൂറോപ്യൻസ് ആണ് നമ്മുടെ ഇന്ത്യയിൽ ഫസ്റ്റ് കച്ചവടത്തിന് വേണ്ടി വന്നത്? ആരാണ്? എപ്പോൾ? എവിടെ? വാസ്കോഡ ഗാമയാണ് 1498 1498 കാപ്പാട് നിയർ കാലിക്കറ്റ്, കോഴിക്കോടായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ആർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ പോർച്ചുഗീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ പോർച്ചുഗീസിൻ്റെ കച്ചവട കേന്ദ്രങ്ങൾ എവിടെയൊക്കെയായിരുന്നു? ഗോവ, ഡാമൻ, ഡിയോ. ഹൂ വർ നോൺ ആസ് ലാന്തൻസ്? ലാന്തൻസ് എന്ന് പേരുള്ളത് ആരെയായിരുന്നു? ഡച്ചിനെയായിരുന്നു. വിച്ച് ആർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഡച്ച്? കൊല്ലം ആൻഡ് കൊച്ചി. വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡച്ച് ടു കേരള? ഡച്ച് കേരളക്കാർക്ക് തന്ന കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു? ഹോർട്ടസ് മലബാരിക്കസ്. എന്തായിരുന്നു? അതൊരു ബുക്കായിരുന്നു മെഡിക്കൽ പ്ലാന്റ്സിനെ കുറിച്ചിട്ട്. ഇനി ഹൂ ഇനീഷ്യേറ്റഡ് ദ കമ്പൈലേഷൻ ഓഫ് ഹോർട്ടസ് മലബാരിക്കസ്? ഹോർട്ടസ് മലബാരിക്കസ് എന്ന് പറഞ്ഞ ബുക്ക് ആരൊക്കെ കൂടിയിട്ടാണ് പ്രസിദ്ധീകരിച്ചത്? വാൻഡ്രയുടെ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇട്ടി അച്യുതൻ വൈദ്യർ. അടുത്തത്. വാട്ട് ഈസ് ദ നെയിം ഓഫ് കമ്പനി ഫോംഡ് ഇൻ ഇംഗ്ലണ്ട് ടു ട്രേഡ് വിത്ത് ഇന്ത്യ, വെൻ? ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനിയാണ്. 1600 അത് വന്നത്. ഇനി വിച്ച് വാസ് ദ ഫസ്റ്റ് ട്രേഡ് സെൻറ്റർ ഓഫ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി ഇൻ ഇന്ത്യ, നെയിം അതർ ട്രേഡിംഗ് സെൻറ്റർ? അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി കൊണ്ടുവന്നത് ഏത് സ്ഥലത്തായിരുന്നു? ബാക്കിയുള്ള ട്രേഡിംഗ് സെൻറ്റേഴ്സും എവിടെയായിരുന്നു? ആദ്യം വന്നത് സൂറത്തിലായിരുന്നു, ഗുജറാത്തിൽ. പിന്നെ വന്നത് മുംബൈ, കൽക്കട്ട, മദ്രാസ്, ചെന്നൈയിലാണ് വന്നത്.
നെയിം ദ ലാസ്റ്റ് യൂറോപ്യൻ കൺട്രി വിച്ച് കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡ്. ഏറ്റവും അവസാനം നമ്മുടെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വേണ്ടി വന്നതാരാ? ഫ്രഞ്ചാണ്. ഇനി വിച്ച് വാസ് ദ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഫ്രഞ്ച് ഫോർ ട്രേഡ് വെൻ. ഏത് കമ്പനിയാണ് ഫ്രഞ്ച് കച്ചവടത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചത്? എപ്പോഴാണ്? ദ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ 1664 AD. വിച്ച് ആർ ദ ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഫ്രഞ്ച് ഇൻ ഇന്ത്യ? പോണ്ടിച്ചേരി, മാഹി, കരയ്ക്കൽ, യാനം. ഏതൊക്കെ കച്ചവട കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് ചോദിച്ചത് കേട്ടോ. ഇനി വേർ വാസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ഫ്രഞ്ച് ഇൻ ഇന്ത്യ സിറ്റുവേറ്റഡ്. ഇന്ത്യയിൽ എവിടെയായിരുന്നു ഫ്രഞ്ചിൻ്റെ ഹെഡ് ക്വാർട്ടർ? പോണ്ടിച്ചേരി ആയിരുന്നു. വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് ദ യൂറോപ്യൻ ട്രേഡ് സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഈ ട്രേഡ് സെൻറ്റേഴ്സിൻ്റെ കോമൺ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഉത്തരങ്ങളാണ് ഈ പറയുന്നത്. ഓൾ ദ ട്രേഡ് സെൻറ്റേഴ്സ് വെർ ലൊക്കേറ്റഡ് ഓൺ ദ സീ കോസ്റ്റ്. എല്ലാതും എവിടെയായിരുന്നു? സീ കോസ്റ്റ്, കടൽ തീരം. ദ യൂറോപ്യൻ സെലക്ടഡ് ദീസ് സെൻറ്റേഴ്സ് കൺസിഡറിങ് ദെയർ ഷിപ്പിംഗ് ഫെസിലിറ്റി. ഷിപ്പിങ്ങിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അവരവിടെ സെലക്ട് ചെയ്തത്. അടുത്തത് കർണാട്ടിക് വാർ എന്താണെന്നാണ്. ദ വാർ ബിറ്റ്വീൻ ഫ്രഞ്ച് ആൻഡ് ദ ഇംഗ്ലീഷ് ഫോർ ദ മൊണോപ്പൊളി ഓഫ് ട്രേഡ് ഇൻ സൗത്ത് ഇന്ത്യ വാസ് നോൺ ആസ് കർണാട്ടിക് വാർ. കർണാട്ടിക് വാർ എന്ന് പറഞ്ഞാൽ ഫ്രഞ്ചും ഇംഗ്ലീഷുകാരും തമ്മിലുള്ള വാറായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? സൗത്ത് ഇന്ത്യയിലെ കച്ചവടത്തിൻ്റെ അധികാരം കിട്ടാനായിട്ട്. ഇംഗ്ലീഷുകാരാണ് അവസാനം വിജയിച്ചത്. ഇനി അടുത്തത് തന്നിരിക്കുന്നത്, ഈ മാപ്പിന് താഴെയായിട്ട് 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇതിൽ തന്നിരിക്കുന്ന ട്രേഡ് സെൻറ്റേഴ്സ് ഏതൊക്കെ യൂറോപ്യൻ കൺട്രീസിലാണെന്നാണ് ചോദിച്ചിരുന്നത്. അത് നമ്മൾ